ഒരു ജനതയോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ഒരു ഹിജറയുടെ സംഭവത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ജനതയോട് എടുത്തുദ്ധരിക്കുകയാണ്. ഇല്ലാ തൻസുറൂഹു, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ആഹ്വാനം കേട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാനും പ്രവാചകനെ സഹായിക്കാനും നിങ്ങൾ സന്നദ്ധമല്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹു, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് കഴിയും. എന്നിട്ട് ഈ സംഭവം പറയുന്നുണ്ട്, ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അള്ളാഹുവിൻ്റെ പ്രവാചകനെയും കൂടെയുള്ള ആളുകളെയും നിങ്ങൾ പുറത്താക്കിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സഹായം നൽകുന്നുണ്ട്. ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി വ അയ്യദഹു ബിജുനൂദിൻ ലൻ തറൗഹ, അവരുടെ ഹൃദയത്തിൽ സമാധാനം പകർന്നു കൊടുക്കുകയും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സേനയെ ഉപയോഗിച്ചുകൊണ്ട് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ സംഭവങ്ങൾ സമാനമായ സ്വഭാവത്തിൽ പ്രവാചകന്റെ വചനങ്ങളിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ശത്രുക്കൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പിടികൂടാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന സന്ദർഭമാണ്. ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും സൗറന്ന ഗുഹയിൽ തങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഗുഹാമുഖത്ത് കാൽപാദം കാണുന്നുണ്ട്, നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. ആ ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, അവരൊന്ന് കുനിഞ്ഞാൽ നമ്മളെ കാണുകയില്ലേ? അവരൊന്ന് തല കുനിച്ചാൽ നമ്മളെ കാണുകയില്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. നളറതു ഇലാ അഖ്ദാമിൽ മുശ്രിക്കീൻ വനഹ്നു ഫിൽ ഗാർ വഹും അലാ റൂസിനാ ഫഖുൽതു യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹുൻ നളറ തഹ്ത ഖദമൈഹി ലഅബ്സർനാ. ഞങ്ങൾ കണ്ടു ഗുഹാമുഖത്ത് അവർ വന്നു നിൽക്കുന്നു, ഞങ്ങൾ ഗുഹക്കകത്തുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അവർ നമ്മളെ കാണുകയില്ലേ എന്ന്. ആ ഘട്ടത്തിൽ പ്രവാചകൻ എന്നോട് പറഞ്ഞു, മാ ദന്നുക യാ അബൂബക്കർ ബിഇസ്നൈനി അല്ലാഹു സാലിസുഹുമാ. അല്ല അബൂബക്കർ, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മൾ രണ്ടുപേരാണെന്നാണോ? നമ്മുടെ കൂടെ മൂന്നാമനായി അള്ളാഹുണ്ട്. ഒരു വിശ്വാസി ജീവിതത്തിന്റെ തീക്ഷണമായ പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും എല്ലാം തൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിലും എല്ലാം തകർന്നു എന്ന ഭൗതികമായ മാനദണ്ഡത്തോടു കൂടി വിലയിരുത്തേണ്ടി വരുന്ന ഘട്ടത്തിലും എൻ്റെ കൂടെ എൻ്റെ നാഥനുണ്ട് എന്ന ബോധം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല, വളരെ വലുതാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഹിജ്റ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നാണ് ആ പാഠം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.